ഇനി അടുത്ത സെഗ്മെന്റ് ചമയം. പ്രമുഖ ബ്യൂട്ടീഷ്യൻ ശ്രീമതി ശൈല ജോസ് അവതരിപ്പിക്കുന്നു. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ആയുർവേദിക് ഹെയർ സ്പാ ആണ്. ഈ ഹെയർ സ്പാ ഹെയറിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഡാൻഡ്രഫ്, ഹെയർ ഫോള്, ഹെയറിലുണ്ടാകുന്ന ഡ്രൈനസ്, അതുപോലെ തന്നെ മുടി സ്കാൽപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു 100% റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഹെയർ സ്പാ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഹെയർ സ്പാ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അതിനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. മുടി ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത് സ്കാൽപ്പ് നന്നായിട്ട് ടോണർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. സ്കാൽപ്പിലുള്ള അഴുക്കും ഡാൻഡ്രഫും ഒക്കെ പോകാനായിട്ട് ഈ ടോണിങ് സഹായിക്കും. സ്കാൽപ്പ് മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. സ്കാൽപ്പ് മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു ആയുർവേദിക് മെഡിക്കേറ്റഡ് ക്രീം ഉപയോഗിച്ചാണ് മസാജ് കൊടുക്കുന്നത്. അപ്പോൾ ആയുർവേദിക് ക്രീം നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ സ്റ്റീം കൊടുക്കുകയാണ്. നന്നായിട്ട് സ്കാൽപ്പ് വിയർക്കുന്നത് വരെ സ്റ്റീം കൊടുക്കണം. അതിനങ്ങനെ കൃത്യസമയമൊന്നുമില്ല, ഒരു 5-10 മിനിറ്റ് ഓരോരുത്തരുടെ സ്കാൽപ്പ് വിയർക്കുന്നതനുസരിച്ച് അങ്ങനെയാണ് സ്റ്റീം കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മളിനി സ്റ്റീം കൊടുക്കാൻ പോവാണ്. ഇപ്പം ഇതിൽ നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ പോസൊക്കെ ഓപ്പൺ ആയിട്ട് ഈ ക്രീമൊക്കെ നന്നായിട്ട് ഈ സ്കാൽപ്പിലോട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് സ്റ്റീം കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റീമിങ് കഴിഞ്ഞു. ഇനി ഈ ക്രീം ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. ഇത് ക്രീം ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കഴിഞ്ഞു. അതിന് നമ്മളിത് ഡ്രയർ ഉപയോഗിച്ച് മുടി നന്നായിട്ട് ഉണക്കിയിട്ട് ഓയിൽ മസാജ് ചെയ്യാൻ പോവുകയാണ്. മുടി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഓയിൽ മസാജ്, ആയുർവേദിക് ഓയിൽ ഒഴിച്ച് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ആയുർവേദിക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആയുർവേദിക് മെഡിസിൻസ് ചേർത്തിട്ടുള്ള ഓയിലാണിത്. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് കൊടുക്കണം. അത് വിരലിൻ്റെ അറ്റം വെച്ചിട്ട്, വിരൽത്തുമ്പ് വെച്ചിട്ട് നന്നായിട്ട് റൗണ്ട് മസാജാണ് ആദ്യം കൊടുക്കുന്നത്. ഇപ്പം 15 മിനിറ്റ് ഓയിൽ മസാജ് കഴിഞ്ഞു. ഈ ഓയിൽ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഓയിൽ മുടിയുടെ ഡ്രൈനെസ് മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ല ഓയിലാണ്. അപ്പോൾ ഇത് മാസത്തിൽ ഈ ഹെയർ സ്പാ ഒരു 2 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഡാൻഡ്രഫിനും മുടി കൊഴിച്ചിലിനും ഒക്കെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറി, ഹെയറിൻ്റെ ഡ്രൈനെസ്സും ഒക്കെ മാറി നല്ലൊരു റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈബ്രേറ്ററി മസാജാണ് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ്. ഈ വൈബ്രേറ്ററി മസാജ്
ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. മസാജ് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഈ ഓയിൽ വാഷ് ചെയ്ത് കളയാം. മുടിയിൽ ഓയിലൊക്കെ കഴുകി നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് കഴുകി നന്നായിട്ട് ഉണക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഈ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹെയർ പ്രൊട്ടക്ടറാണ്. ഹെയർ പ്രൊട്ടക്ടർ മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് മുടിക്ക് നല്ല തിളക്കവും നല്ല സോഫ്റ്റ്നെസ്സും തരാനായിട്ട് വളരെ നല്ലൊരു പ്രൊട്ടക്റ്റിംഗ് ക്രീമാണത്. ഇത് ആയുർവേദിക് ക്രീമാണ്. പ്രൊട്ടക്ടർ നമ്മൾ കയ്യിൽ കുറച്ചെടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് ഉണങ്ങിയ മുടിയിൽ മാത്രമേ തേക്കാവുള്ളൂ. ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴൊക്കെ ഈ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ചൂട് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ദോഷമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ വെയിലത്ത് പോകുമ്പോഴും പ്രൊട്ടക്ടർ വളരെ നന്നായിട്ട് മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആയുർവേദിക് ഹെയർ സ്പാ കഴിഞ്ഞു. ഇത് മാസത്തിൽ 2 പ്രാവശ്യം പാർലറിൽ വന്ന് ഈ ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിൽ മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഹോം കെയർ പറഞ്ഞു കൊടുക്കും. ഓയിലും ഷാമ്പുവും പ്രൊട്ടക്ടറൊക്കെ വീട്ടിൽ യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫും ഹെയറുടെ ഡ്രൈനെസ്സൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല തിളക്കവും ഒക്കെ ലഭിക്കും.